السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, നമ്മെ ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റഹ്മുർ-റഹീമീനായ റബ്ബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് എന്നെയും നിങ്ങളെയും സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തവും കേൾവിയും പഠനവുമെല്ലാം രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന സ്വാലിഹായ അമലായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ ഇബാദത്തുകൾ നിർവഹിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്, അതിൻ്റെ പരിപൂർണതയോടുകൂടി ഇബാദത്തുകൾ നിർവഹിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനും അള്ളാഹുവിൻ്റെ സന്തോഷത്തിൻ്റെ കേദാരമായ സ്വർഗം കരസ്ഥമാക്കാനുമുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് ഇടം നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് നമസ്കാരത്തിൽ റുകൂഅ് എങ്ങനെയായിരിക്കണം, അതാണ് നമ്മൾ കഴിഞ്ഞ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. റുകൂഇൻ്റെ പ്രാധാന്യവും എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇൻ്റെ രൂപം എങ്ങനെയാണ്, അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. റുകൂ കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഇഅ്തിദാലിലേക്ക് ഉയരലാണ്. ഇഅ്തദല എന്ന വാക്കിൻ്റെ അർത്ഥം ചൊവ്വായി എന്നാണ് അർത്ഥം, ശരിയായി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. റുകൂയിൽ നിന്നും എണീറ്റ് ശരിയാം വണ്ണം നിവർന്ന് നിൽക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, റുകൂയിൽ നിന്നും ഉയർന്ന് കൈ ചുമലിന് നേരെ അല്ലെങ്കിൽ ചെവിക്ക് നേരെ ഉയർത്തണം. അത് സുന്നത്താണ്. പല ആളുകളും മറക്കുന്ന കാര്യവുമാണത്. നമസ്കാരത്തിൽ 4 സമയത്താണ് കൈ ഉയർത്തേണ്ടത് എന്ന് നമ്മൾ പലതവണ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികളുടെ കൂട്ടത്തിൽ നമസ്കാരം പഠിപ്പിച്ച ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിദാലിനെ കുറിച്ച് പറഞ്ഞത് സുമ്മ ഇർഫഅ ഹത്താ തസ്തവിയ ഖായിമൻ, ശരിയാവണ്ണം നിൽക്കുന്നത് വരെ നീ നിവർന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിൽക്കേണ്ടത്? ഇഅ്തിദാലിൽ നിൽക്കുന്നത് റുകൂ കഴിഞ്ഞതിന് ശേഷം ശരിയാവണ്ണം മുതുകു ഉയർത്തി നേരെ നിൽക്കുക എന്നുള്ളതാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണുന്നത്. കൈപ്പടങ്ങൾ ചുമലുകൾക്ക് നേരെയാക്കുന്നത് വരെ ഉയർത്തണം. കൈ ഉയർത്തിയിട്ടാണ് പിന്നെ താഴ്ത്തി ഇടേണ്ടത് എന്ന് അർത്ഥം. റുകൂഇലും സുജൂദിലും അടക്കം പാലിക്കണം.
നമുക്കറിയാം ഈ ഹനഫികളുടെ നിസ്കാരമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. എന്ത്, അവർക്ക് എഅ്തിദാൽ ശരിക്കും നിൽക്കൂല. റുക്കൂന്നിങ്ങനെ വന്നിങ്ങനെ നിന്ന് അങ്ങോട്ട് പോകണതാണ് എഅ്തിദാലും. പിന്നെന്താ അങ്ങനെ ചെയ്യാറുള്ളത്? പറഞ്ഞോളി. പിന്നേതാ? ചില ഹനഫി പള്ളിയിലൊക്കെ നിസ്കരിക്കുമ്പോൾ അഹ്സൻതും ഇടയിലിരുത്തും ഉണ്ടാവില്ല, ജസ്റ്റ് എന്നിട്ട് ഇരിക്കും. പിന്നെ അവിടെ ദിക്റും തോന്നുന്നില്ല, നേരെ അങ്ങോട്ട് പോകും. അത് നിസ്കാരത്തിൻ്റെ റുക്നിനെ ബാധിക്കുന്ന കാര്യമാണ്. എഅ്തിദാലും അതുപോലെ ഇടയിലിരുത്തവും ഇങ്ങനെ വന്നിട്ടാണ് പോവും. അവിടെ പ്രത്യേകിച്ചൊന്നും ചൊല്ലുന്നത് സമയം അവിടെ കൊടുക്കാറില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാവണ്ണം അവിടെ നിൽക്കാൻ വേണ്ടി പഠിപ്പിച്ചു. എത്ര സമയം നിൽക്കണം? ഒരു ഹദീസിൽ കാണാം, കാന റുകൂഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ സുജൂദുഹു വ ബൈന സജ്ദതൈനി വ ഇദാ റഫഅ റഅസഹു മിനർ റുകൂഇ മാ ഖലൽ ഖിയാമ വൽ ഖുഊദ ഖരീബൻ മിനസ് സവായി. റസൂലുള്ളാഹിന്റെ ശരിക്കും മനസ്സിലാക്കണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദും സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തവും അതുപോലെ തന്നെ വൈദാ റഫഅ റഅസഹു മിനൽ റുകൂഇ ഇഅ്തിദാലിലുള്ള നൃത്തവും ഏറെക്കുറെ തുല്യമായിരുന്നു. ഈ ഹദീസ് ഇക്കോലത്തിലുണ്ടായിട്ട് എങ്ങനെയാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഹനഫികളിൽ ഒരു വിഭാഗം ഇങ്ങനെ നിസ്കരിക്കുന്നത്? വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം പഠിച്ച സഹാബികൾ പറയാണ്, റസൂലുള്ളാഹിന്റെ റുകൂഅ്, സുജൂദ്, സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, അതുപോലെ തന്നെ ഇഅ്തിദാൽ ഏറെക്കുറെ സമമായിരുന്നു. അപ്പോൾ അവിടെ സമയം കൊടുത്ത് നിൽക്കണം എന്ന് നമുക്ക് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നിൽക്കണം. ഇതിലൊരുപാട് ചർച്ചയുണ്ട്. ഇഅ്തിദാലിൽ കൈ കെട്ടണോ കൈ താത്തണോ എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇഅ്തിദാലിൻ്റെ പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിഫാഅ ഇബ്നു റാഫിഅ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ യൗമൻ നുസല്ലി വറാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിക്കുകയായിരുന്നു. ഫലമ്മാ റഫഅ റഅസഹു മിനർ റകഅതി സമി അല്ലാഹു ലിമൻ ഹമിദ, റസൂലുള്ളാഹ് റുകൂഇൽ നിന്നും എണീറ്റ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോൾ ഖാല റജുലുൻ വറാഅഹു, പിന്നിൽ നിന്നും മഅ്മൂമായ ഒരു സഹാബി പറഞ്ഞു, റബ്ബന വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ റബ്ബന വലക്കൽ ഹംദു അല്ലെങ്കിൽ റബ്ബന ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മനിൽ മുതകല്ലിം, ആരാണ് ആ ദുആ നടത്തിയത്? അപ്പോൾ ആ സഹാബി പറഞ്ഞു, ഞാനാണ് റസൂലെ. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, റഅയ്തു ബിൽഅതൻ വ 30 മലക്കൻ, ഏകദേശം 30 ചില്വാനം മലക്കുകളെ ഞാൻ കണ്ടു. യബ്തദിറൂനഹ അയ്യുക്കും യക്തുബുഹ അവ്വലു, ഇത് എഴുതി വെക്കാൻ ധൃതിപ്പെടുന്നത്, ഞാൻ ആദ്യം എഴുതണം എന്ന് ധൃതി വെക്കുന്നത് മലക്കുകളെ ഞാൻ കാണുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ മലക്കുകൾ നമ്മളെ നിസ്കാരം വീക്ഷിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട മലക്കുകൾ വരും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? സുബ്ഹിയുടെ സമയത്തും പിന്നെ അസറിന്റെ സമയത്തും അവര് ഡ്യൂട്ടിക്ക് വരും. സുബ്ഹി മുതൽ സുബ്ഹി, അതേപോലെ തന്നെ ളുഹർ അസർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരും അതിനുശേഷം മഗ്രിബും ഇശാവും നോട്ട് ചെയ്യാൻ വേണ്ടി ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന ആൾക്കാരും അവർ കണ്ടുമുട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പം മലക്കുകൾ ഇത് എഴുതി വെക്കാൻ അവർ ധൃതി കൂട്ടുന്നതായി ഞാൻ കണ്ടു. ഏതാണ് പ്രാർത്ഥന പറഞ്ഞാട്ടെ? ഏതാണ്? റബ്ബന വലക്കൽ ഹംദ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. എന്താ അതിൻ്റെ അർത്ഥം? പടച്ച റബ്ബേ നിനക്കാണ്, റബ്ബന ലക്കൽ ഹംദ് അല്ലെങ്കിൽ വലക്കൽ ഹംദ് രണ്ടും വന്നിട്ടുണ്ട്. ഹംദൻ നിനക്കാണ് സർവസ്തുതിയും റബ്ബേ, ഹംദൻ കസീറൻ എത്രയാണ്? ധാരാളമായിട്ടുള്ള സ്തുതി, ത്വയ്യിബൻ എല്ലാവിധ നന്മകളും, മുബാറകൻ ഫീഹി
ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി എന്ന് ഈ സഹാബി പ്രാർത്ഥിക്കുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടത്. അപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ശരി, ഇനി നോക്കൂ, ഇനി ഒരു ചർച്ച. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്നുള്ളത് മഅ്മൂമ് പറയണോ? ഇമാമ് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു ഉയർന്നാൽ മഅ്മൂമിങ്ങളും സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണോ? അതല്ല റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞാൽ മതിയോ? അത് പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാമ് വൈദാ ഖാലൽ ഇമാമു സമിഅല്ലാഹു ലിമൻ ഹമിദ, ഇമാമ് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഖൂലു, നിങ്ങൾ പറയുക റബ്ബനാ വലക്കൽ ഹംദ് എന്നാണ് ഹദീസ്. അപ്പോൾ ചില പണ്ഡിതന്മാർ പറയും നമ്മൾ മഅ്മൂമീങ്ങളായ ആളുകൾ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടതില്ല. നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? റബ്ബനാ വലക്കൽ ഹംദ്. എന്നിട്ട് അതിന് ശേഷം മില്ല സമാവാത്തി വമില്ലൽ അർള് വമില്ല മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ റബ്ബനാ വലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീ. ഇനി ഒരാൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് മാത്രം പറഞ്ഞാൽ അതും മതി. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, നമ്മളും സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. പറഞ്ഞിട്ടാണ് എന്ത് പറയേണ്ടത്? റബ്ബനാ വലക്കൽ ഹംദ്. കാരണം ആ പണ്ഡിതന്മാർ പറഞ്ഞു എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഹദീസ് കാണാൻ സാധിക്കും. ഇദാ ഖാലൽ ഇമാമു വലദ്ദാല്ലീൻ, ഇമാമു വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖൂലു ആമീൻ, നിങ്ങൾ ആമീൻ പറയണം. ആമീൻ ചൊല്ലുന്നതിൻ്റെ പ്രതിഫലമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഇമാമ് വലദ്ദാല്ലീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആമീൻ പറയണം. അതിൻ്റെ അർത്ഥം നമ്മൾ വലദ്ദാല്ലീൻ പറയേണ്ടെന്നാണോ? നമ്മൾ വലദ്ദാല്ലീൻ എന്ന് പറയേണ്ടെന്നാണോ? നമ്മളും പറയണം, നമ്മളും സൂറത്തുൽ ഫാത്തിഹ ചൊല്ലണ്ടേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇമാമു വലദ്ദാല്ലീൻ പറഞ്ഞ് നിങ്ങൾ ആമീൻ പറയണം, നിങ്ങളും ഫാത്തിഹ ചൊല്ലണം, നിങ്ങളും ആമീൻ ചൊല്ലണം എന്നത് എടുത്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു എന്ത്? നമ്മൾ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് നമ്മളും മഅ്മൂമിങ്ങളും പറയണം എന്ന രണ്ട് ചർച്ചകളും കാണാൻ സാധിക്കും. രണ്ടും അതിൽ നമുക്ക് അനുവദനീയമാണ് എന്നർത്ഥം കേട്ടോ. വല്ലാഹു തആല അഅലം. ശരി, ഇനി നോക്കൂ മറ്റൊരു ചർച്ച. എന്താണ് ചർച്ച? സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന് ശേഷം ഇഅ്തിദാലിൽ നിൽക്കുമ്പോൾ കൈ കെട്ടേണ്ടതുണ്ടോ, കൈ താത്തിയിടേണ്ടതുണ്ടോ? നമ്മൾ കൈ താത്തിയിടുകയാണെങ്കിൽ ഇങ്ങനെ താത്തിയിടുക, കൈ കെട്ടുകയാണെങ്കിൽ സാധാരണ കൈ കെട്ടണമായി കെട്ടുക. ഈ ഹദീസിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണവും ഒക്കെ നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണം സഹാബത്തിൻ്റെ അടുക്കൽ തന്നെ അഭിപ്രായ വ്യത്യാസം വന്നത് കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? അത് ഫിഖ്ഹിയായ മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണവും ആ അഭിപ്രായ വ്യത്യാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വകവെച്ചു കൊടുത്തതും കാണാൻ സാധിക്കും. എന്തപ്പം ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. മനസ്സിലായില്ലേ? ശരി, അത് ഇസ്ലാമിൻ്റെ ഈ കാര്യങ്ങളുടെ വിശാലത, അതേപോലെ തന്നെ പണ്ഡിതന്മാർ ഒരുപാട് കാരണങ്ങൾ അതിൽ പറഞ്ഞു. അപ്പോൾ രണ്ടും ചെയ്യാം, രണ്ട് കൂട്ടർക്കും അവരുടേതായ തെളിവുകളുമുണ്ട്. ഇപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നിസ്കാരം പഠിച്ച വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഖായിമൻ ഫി സ്വലാത്തി ഖബല യമീനഹു അലാ ശിമാലിഹി. എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ നിന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഇടത് കൈയിൻ്റെ മുകൾ വലത് കൈ വെച്ചിട്ടാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇഅ്തിദാൽ നിർത്തല്ലേ? ഇഅ്തിദാൽ നിർത്താണ്, അപ്പം അങ്ങനെ കെട്ടണം എന്ന് പറഞ്ഞു പണ്ഡിതന്മാർ. അത് ഖിയാമിൻ്റെ നിർത്താണോ? അത് ഇഅ്തിദാലിനെ കുറിച്ചല്ല എന്ന് ഈ ഹദീസിനെ കുറിച്ച് തന്നെ പണ്ഡിതന്മാർ എങ്ങനെയും പറഞ്ഞു. മനസ്സിലായല്ലോ? അതെ, ഇങ്ങനെ കുറേ ഹദീസുകൾ അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ രണ്ടും കൂട്ടർക്കും ഇങ്ങനെ ഒരു ഹദീസ് തന്നെ രണ്ടിനും തെളിവ്. ഇപ്പം മറഞ്ഞ മയ്യത്തിന് നിസ്കരിക്കേണ്ടതുണ്ടോ, നിസ്കരിക്കേണ്ടതില്ലേ? രണ്ട് കൂട്ടർക്കും ഓരോ ഹദീസാണ് തെളിവ്. അതിൽ പ്രബലമായ അഭിപ്രായം മറഞ്ഞ മയ്യത്തിന് നിസ്കാരം നടന്നുകിടെങ്കിലും നിസ്കരിക്കണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ മരിച്ചു,
പിന്നെ ഇവിടെ പള്ളിയിൽ എല്ലാവരെയും കൂട്ടി നിസ്കാരം സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ പ്രാവശ്യം മറഞ്ഞ മയ്യത്തിന് നിസ്കരിച്ചിട്ടുള്ളൂ. അത് ആ മയ്യത്തിന് വേണ്ടി നിസ്കാരം നടക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടു കൂട്ടർക്കും, അപ്പോൾ നബി നിസ്കരിച്ചല്ലോ, അതുകൊണ്ട് നമുക്കും നിസ്കരിക്കാം. നബി ഒരു പ്രാവശ്യം നിസ്കരിച്ചിക്കണല്ലോ. ആ മയ്യത്തിനോട് നജാശി രാജാവിന് വേണ്ടി നിസ്കാരം നടക്കാത്തത് കൊണ്ടാണെങ്കിലും നിസ്കരിച്ചു, അതുകൊണ്ട് നമുക്ക് നിസ്കരിക്കാം എന്ന് ഫുഖഹാക്കൾ പറഞ്ഞു. പക്ഷെ റസൂലുള്ള ഒറ്റ മറഞ്ഞ മയ്യത്തിനെ നിസ്കരിച്ചിട്ടുള്ളൂ. അതിനുള്ള കാരണം അവിടെ നിസ്കാരം നടന്നിട്ടില്ല. ഒരാളെങ്കിലും മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളത് എന്താണ്? നിർബന്ധമാണല്ലോ, ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കണം, അവിടെ നിസ്കാരം നടന്നുകൊണ്ട് പിന്നെ വേണ്ട എന്നും ഈ ഹദീസ് കൊണ്ട് തന്നെയാണ് ഉലമാക്കള് അഭിപ്രായം പറഞ്ഞത്, ഫുഖഹാക്കൾ പറഞ്ഞത്. ശരി, അപ്പം രണ്ട് കൂട്ടർക്കും എന്തുണ്ട്? അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നർത്ഥം. അപ്പം രണ്ടും ചെയ്യാം എന്നർത്ഥം കേട്ടോ. ശരി, ഇനി കൈ താത്തിയിടുകയാണെങ്കിൽ ശരിക്ക് താത്തിയിടുക, അല്ലെങ്കിൽ കൈ കെട്ടുകയാണെങ്കിൽ ശരിക്ക് കൈ കെട്ടുക എന്നുള്ളതാണ്. എഴുത്തിദാലിലെ പ്രാർത്ഥനകൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ പ്രാർത്ഥനയാണിത്. ഒന്ന് പറഞ്ഞാട്ടെല്ലാവരും. റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി. നോക്കൂ, പടച്ചോനെ നിനക്കാണ് സർവസ്തുതിയും. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി, അനുഗ്രഹീതവും വിശിഷ്ടവുമായ അതിരറ്റ സ്തുതികൾ നിനക്ക് മാത്രമാണ് റബ്ബേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രാർത്ഥന ചൊല്ലിയപ്പോഴാണ് മലക്കുകൾ എഴുതാൻ വേണ്ടി ധൃതി കൂട്ടുന്നത് ഞാൻ കണ്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇത് നമ്മൾ പഠിച്ച മറ്റൊരു പ്രാർത്ഥനയാണ്. റബ്ബനാ ലക്കൽ ഹംദു മില്ലസ് സമാവാതി വമിൽ അർള് വമിൽ മാ ശിഅത മിൻ ശൈഇൻ ബഅദു. അത്ര ഉണ്ട്. അതേപോലെ തന്നെ അഹ്ലസ് സനാഇ വൽ മജിദ് അഹഖു മാ ഖാലൽ അബ്ദു വകുല്ലുനാ ലക അബ്ദുൻ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിഅ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന് തുടങ്ങുന്ന വിശാലമായ പ്രാർത്ഥനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതാണ് ഇഅ്തിദാൽ. ഇഅ്തിദാലിൻ്റെ പ്രത്യേകതകൾ, അതേപോലെ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ അടങ്ങി നിൽക്കുക പറഞ്ഞാൽ പ്രാർത്ഥന ചൊല്ലേണ്ട സമയം നിൽക്കണം, നിൽക്കാതെ അങ്ങോട്ട് പോകാൻ പറ്റൂല. അടങ്ങി നിൽക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ എന്താണ്? റുക്കിനാണ്. റുക്കിന് ഇല്ലെങ്കിൽ നിസ്കാരമില്ല എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇഅ്തിദാൽ കഴിഞ്ഞാൽ പിന്നെ സുജൂദിലേക്ക് പോവുകയാണ്. പോകണം. സുജൂദ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗമാണ് സുജൂദ്. സ്രഷ്ടാവായ റബ്ബിൻ്റെ മുമ്പിൽ അടിമ തൻ്റെ നെറ്റിത്തടം, താൻ ആദരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെ നെറ്റിത്തടം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മണ്ണിൽ പതിഞ്ഞ് പഞ്ചപുച്ഛമടക്കി പടച്ച റബ്ബിന് സർവസ്വവും ബലിയർപ്പിക്കുന്ന രംഗമാണ് സുജൂദ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ അക്സിറു അദ്ദുആ ഫഅക്സിറു അദ്ദുആ. അള്ളാഹുവിനോട് അടിമ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു അടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം അത് സുജൂദാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പ്രാർത്ഥിച്ചോളി. സുന്നത്തൊക്കെ നിസ്കരിച്ച് നീട്ടി സുജൂദ് ചെയ്യുക. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, സുജൂദും റുകൂഉം, എത്ര സമയം സുജൂദിലും റുകൂഇലും നിൽക്കുന്നുവോ അത്ര സമയം പാപങ്ങൾ ഇങ്ങനെ മരം കരിയില പൊഴിക്കുന്ന പോലെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. എന്തും പ്രാർത്ഥിക്കാം. മലയാളത്തിൽ പ്രാർത്ഥിക്കണോ നിങ്ങൾക്ക്? മലയാളത്തിലും പ്രാർത്ഥിക്കാം. സുന്നത്ത് നമസ്കാരത്തിലൊക്കെ ധാരാളമായിട്ട് പടച്ച റബ്ബിനോട് ഏറ്റേറ്റ് പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയമാണ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഉ വസ്ജുദൂ, നിങ്ങൾ റുകൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൻ്റെ മഹത്വം പറഞ്ഞപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൗബാൻ അലൈക ബികസ്റത്തി സുജൂദ് ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ വഹത്ത അൻക ബിഹാ ഖതിയ. സൗബാൻ സുജൂദ് വർദ്ധിപ്പിച്ചോ, ധാരാളം സുജൂദ് ചെയ്തോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ദറജ ഉയർത്തിത്തരും. അതേപോലെ തന്നെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമിയോട് പറഞ്ഞത് എന്താ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു. റബീഅയോട് ചോദിച്ചു, റബീഅ കുൽ യാ റബീഅ, അനക്ക് എന്താ വേണ്ടത് റബീഅ, പറയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബീഅ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലെ താങ്കളുടെ കൂടെ സ്വർഗം കിട്ടണം. അത് റബീഅ റളിയല്ലാഹു അൻഹു മാത്രമല്ല, നമുക്കും കിട്ടും റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗം. എന്താണ് പ്രിയമുള്ളവരെ, ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅനോട് പറഞ്ഞു, റബീഅ ഞാൻ അള്ളാഹിനോട് പറഞ്ഞോളാം, പ്രാർത്ഥിച്ചോളാം, പക്ഷെ ഈ എന്നെ സഹായിക്കണം. എൻ്റെ കൂടെ സ്വർഗം കരസ്ഥമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി നീ സുജൂദ് വർദ്ധിപ്പിക്കണം. അതാണ് സുജൂദ്. ഈ സുജൂദാണ് നമ്മൾ എന്തൊക്കെയോ ചിന്തയിൽ ഇങ്ങനെ കൊത്തിയെടുക്കണ സാധനമാണിത്. പ്രിയമുള്ള സഹോദരന്മാർ എന്തൊക്കെയോ ആലോചനയിൽ ചൊല്ലിപ്പറയുന്നതിൻ്റെ അർത്ഥം പോലും അറിയാതെ, ചൊല്ലിപ്പറയാൻ പോലും മറന്ന് കൊത്തിയെടുക്കുന്ന സാധനമാണ് ഈ സുജൂദ്. നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ നിസ്കരിച്ചു, 60 കൊല്ലം നിസ്കരിച്ചിട്ട് സുജൂദും റുക്കുഉം ശരിയായിട്ടില്ല, അല്ലെങ്കിൽ സുജൂദ് ശരിയായി റുക്കൂ ശരിയായിട്ടില്ല, അല്ലെങ്കിൽ റുക്കൂ ശരിയായി സുജൂദ് ശരിയായിട്ടില്ല, അങ്ങനെ നിസ്കരിച്ച് പടച്ചറബിന്റെ അടുക്കൽ കൂലി വാങ്ങാൻ വരുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ഒരു നമസ്കാരം 60 കൊല്ലം നിസ്കരിച്ചിട്ട് ഒരു നമസ്കാരം പോലും സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഹദീസ് എൻ്റെ അടുത്തുനിന്ന് പലതവണ നിങ്ങൾ കേട്ടു. അങ്ങനത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. അതുകൊണ്ട് സുജൂദിന്റെ രൂപം ശരിയാവണ്ണം നമ്മൾ പഠിക്കണം. സുജൂദ് പരിപൂർണമായ ആകാതിരുന്നാൽ നിസ്കാരത്തെ ബാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുജൂദിന്റെ അടയാളമുള്ള ഭാഗം നരകം തിന്നൂല. അതാണ് സുജൂദിന്റെ പ്രത്യേകത. സുജൂദിന്റെ അലാമത്തുകൾ എന്താണ്? നരകത്ത് കിടക്കുന്ന ഒരു നിസ്കാരക്കാരൻ, തെറ്റ് ചെയ്ത നിസ്കാരക്കാരൻ, നരകത്ത് കിടക്കണ തെറ്റ് ചെയ്ത നിസ്കാരക്കാരൻ, അവന്റെ എല്ലാ ഭാഗവും നരകം തിന്നും. പക്ഷെ സുജൂദിന്റെ ഭാഗത്ത്, സുജൂദിന്റെ പാടിനെ നരകത്തിന് തിന്നാൻ പറ്റൂല. ഏതാ ഈ സുജൂദിന്റെ പാട് എന്ന് പറഞ്ഞാൽ? നെറ്റിൽ പാടുണ്ടാകും, കയ്യിലും കാലിലും മുട്ടിലൊക്കെ പാടുണ്ടാകും. അതേപോലെ തന്നെ മുഖത്ത്, ചില പണ്ഡിതന്മാർ പറഞ്ഞ നെറ്റിയിൽ കാണുന്ന പാട് നിസ്കാരത്തയമ്പ് മാത്രമല്ല, സുജൂദ് ചെയ്യണ ആളിന്റെ മുഖം, അതിനൊരു പ്രകാശമുണ്ട്, അതും നിസ്കാരത്തിന്റെ പാടാണ്, അസ്റു സുജൂദാണ്. അതുകൊണ്ട് തന്നെ അത് നരകം തിന്നുന്ന പ്രശ്നമില്ല എന്ന് ഹറമല്ലാഹു അലന്നാരി അൻ തഅകുല അസ്റ സുജൂദ്, സുജൂദിന്റെ പാട് തിന്നുന്നതിനെ തൊട്ട് അള്ളാഹു നരകത്തെ ഹറാമാക്കിയിട്ടുണ്ട്. അള്ളാഹു ആ നരകത്തിൽ നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ. എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ സ്വഭാവം പറഞ്ഞപ്പോൾ, സീമാഹും ഫീ ഉജൂഹിഹിം മിൻ അഥരി സുജൂദ്, അവരുടെ അടയാളം എന്താണ്? അവർക്ക് നിസ്കാരത്തിന്റെ സുജൂദിന്റെ പാടുകൾ അവരുടെ നെറ്റിയിൽ കാണാൻ സാധിക്കും, മുഖത്ത് കാണാൻ സാധിക്കും. അപ്പൊ നിസ്കാരത്തായ്മ ഉണ്ടാക്കുക എന്നുള്ളതല്ല. എനിക്ക് നിസ്കാരത്തായ്മയില്ലല്ലോ, അതുകൊണ്ട് നിസ്കാരത്തിൽ പിന്നെ ഇപ്പൊ ഈ മാറ്റ് വന്നോണ്ട്, പണ്ടൊക്കെ നമ്മളെ പായയിലും അതേപോലെ തന്നെ ടൈൽസിലൊക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിസ്കാരത്തായ്മ ഉണ്ട്. ഇപ്പൊ നിസ്കാരത്തായ്മയില്ല, അതുകൊണ്ട് ശരിയായിട്ടില്ല എന്നുള്ളതല്ല. നമ്മൾ കാണാത്തൊരു പാട്, ഒരു അസർ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് കാത്തു സൂക്ഷിച്ചു വെക്കും. അതിപ്പോൾ നല്ല മുസല്ലയാണ്, അതുകൊണ്ട് പാടൊന്നുമില്ല, കുടുങ്ങുന്നു വിചാരിക്കണ്ട. പാടുണ്ടായതുകൊണ്ട് കാര്യമില്ല, ഉണ്ടാകാത്തതുകൊണ്ട് നിസ്കാരക്കാരനാകുന്നുള്ളത്. ഏത് നിസ്കാരം? ഇവിടെ പറയണ നിസ്കാരം. നമ്മൾ 4-5 ക്ലാസ്സുകളിലൂടെ ഹദീസുകൾ വെച്ച് രൂപം കാണിച്ചു തന്ന് ഇവിടെ പഠിപ്പിച്ച നിസ്കാരം. ഇതാണ് റസൂലുള്ള പറഞ്ഞത്, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിസ്കാരം. ഈ നിസ്കാരത്തിന്റെ പിന്നെ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രംഗമാണ് സുജൂദ്. ഈ സുജൂദിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ അതിൻ്റെ ഫളലുകളും ശ്രേഷ്ഠതകളും പറഞ്ഞത്. ഇങ്ങനെ നോക്കൂ, സുജൂദിലേക്ക് പോകുമ്പോൾ പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ ആദ്യം കൈ കുത്തിയിട്ടാണോ 2 രീതിയിലും പോകുന്നത് കാണാൻ സാധിക്കും. 2 രീതിയിലും സുജൂദിലേക്ക് അങ്ങോട്ട് പോകാം നമുക്ക്. കാൽമുട്ടാണോ ആദ്യം കുത്തേണ്ടത്, അതല്ല കൈയാണോ ആദ്യം വെക്കേണ്ടത്? 2 രീതിയിലും ഫുഖഹാക്കൾ അത് ചർച്ച ചെയ്തിട്ട് നമുക്ക് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ 2ഉം പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് കാൽമുട്ടുകൾക്ക് മുമ്പായി കൈകൾ നിലത്ത് വെച്ചു സുജൂദിലേക്ക് പോകണമെന്ന് ഇബ്നു ഖുസൈമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതേപോലെ തന്നെ
രണ്ടാമത് ഇങ്ങനെ കൈകൾക്ക് മുമ്പായി കാൽമുട്ടുകൾ നിലത്ത് വെച്ച് സുജൂദിൽ പോകുന്നതായിട്ടും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിലാവേണ്ട ആവശ്യമില്ല. നോക്കൂ, അത് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇജ്മാ അനുസരിച്ച് 2 രൂപത്തിലും അനുവദനീയമാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. 2 രൂപത്തിലും സുജൂദിലേക്ക് കാൽമുട്ട് വെച്ചിട്ടും പോകാം, അതല്ല കൈ വെച്ചിട്ടും നമുക്ക് സുജൂദിലേക്ക് പോകാം. മുഖ്യം എന്താന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞു, എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അളുമിൻ. ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പറയാം ശരി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഇത് ഒന്നാണ്, മൂക്കും നെറ്റിയും തട്ടണം. മൂക്കും നെറ്റിയും തട്ടണം, ഇത് ഒന്നാണ്. 2 കൈകൾ ശരിക്ക് വിടർത്താതെ ചേർത്ത് വെച്ച് കിബിലക്ക് നേരെയായി, അങ്ങനെ ഇങ്ങനെയൊന്നല്ല. ഈ സുജൂദ് ശരിയാക്കാത്തതിൻ്റെ പേരിലാണ് 60 കൊല്ലം നിസ്കരിച്ചിട്ട് അള്ളാഹിൻ്റെ അടുക്ക് കൂലി വാങ്ങാൻ വരുമ്പോൾ ഒരു നിസ്കാരം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞത്. കിബിലക്ക് നേരെയായിക്കൊണ്ട് കൈകൾ ശരിയാവണ്ണം വെച്ച് ഈ 2 കൈകളും ഉള്ളം കൈകളും തട്ടി, ഇതാണ് 3, 1, 2, 3ആയി. 2 കാൽമുട്ടുകളും അതേപോലെ തന്നെ കാൽ വിരലിൻ്റെ പള്ളഭാഗവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയും ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് സുജൂദ് ചെയ്ത് കാണിക്കാൻ മിമ്പറിൽ നിന്ന് ഇറങ്ങി സുജൂദ് ചെയ്ത് കാണിച്ചു കൊടുത്തു എന്നാ. അവിടെയാണ് നമ്മൾ ഇങ്ങനെ ഈ ഫോട്ടോ കാണിക്കുന്നതിൻ്റെ പ്രത്യേകത കിടക്കുന്നത്. റസൂലുള്ളാഹി മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട്, മിമ്പറിൽ നിന്നും ഇറങ്ങിയിട്ട് റസൂലുള്ളാഹി സുജൂദ് ചെയ്ത് കാണിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സുജൂദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് കാണാൻ സാധിക്കും. ഒന്ന്, വയസ്തഖ്ബിലു ബി അസാബി യദൈഹി വരിജ്ലൈഹി, ഹദീസിലുള്ള വാക്കാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽ വിരലുകളും കൈയിൻ്റെ വിരലുകളും അത് കിബലക്ക് നേരെയാണ് ഉണ്ടാകാറുള്ളത്. അതേപോലെ ഫഇദാ സജദ വലഅ യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ വെക്കും. എങ്ങനെ വെക്കും? വിടർത്തിയിട്ടല്ല, കൈവിരലുകൾ ചേർത്തിട്ട് വെക്കും. അതേപോലെ തന്നെ കിബിലക്ക് നേരെ, മറ്റൊരു ഹദീസാണ്, കിബിലക്ക് നേരെ കാലിൻ്റെ പള്ളഭാഗം നിലത്ത് വെച്ച് വിരലുകൾ കിബിലക്ക് നേരെയാകുന്ന രീതിയിൽ വെക്കും. ഇനി മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം ഉണ്ടല്ലോ, ഏത്, നമ്മളെ കൈ ഭാഗം, ഈ കൈ ഇവിടെ തൻ്റെ പാർശ്വഭാഗത്തിൽ നിന്നും അകറ്റി വെക്കും. അപ്പം നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ കുറച്ച് നമുക്ക് പ്രയാസം ഉണ്ടാവും. ആരും പ്രയാസപ്പെടുത്തേണ്ട, പറ്റുന്ന രീതിയിൽ വെക്കുക. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് അകറ്റി വെക്കണം. പെണ്ണുങ്ങളും അകറ്റി വെക്കണം. പെണ്ണുങ്ങളും ആണുങ്ങൾക്കും ഇതിന് 2 നിയമമല്ല. ആണുങ്ങൾ അകറ്റി വെക്കണം. നമ്മളെ നാട്ടിൽ പെണ്ണുങ്ങൾ മനസ്സിലാക്കിയത് ആണുങ്ങൾ അകറ്റി വെക്കണം, പെണ്ണുങ്ങൾ ഇങ്ങനെ വെക്കണം. അല്ല, 2 ആണിന് പെണ്ണ് എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തിൽ വിധി വന്നിട്ടില്ല. അപ്പോൾ ഹദീസിൽ വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ തൻ്റെ ഭാഗത്ത് ഈ വയറിൻ്റെ ഈ ഭാഗത്തിൽ നിന്ന്, സൈഡ് ഭാഗത്തിൽ നിന്നും പാർശ്വഭാഗത്തിൽ നിന്നും അകറ്റി വെച്ചതായിട്ട് ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു 7 അവയവങ്ങളിലായി സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു എന്ന് ഹദീസ് വായിക്കുന്നില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൻ്റെ വിഷയത്തിൽ പഠിപ്പിച്ചതാണ്, നിങ്ങൾ നായ കിടക്കുമ്പോൾ കൈ വെക്കുമല്ലോ, എത്രയോ ആളുകൾ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൈൻ്റെ ഈ ഭാഗം നിലത്ത് വെച്ച് സുജൂദ് ചെയ്യാൻ പാടില്ല. കൈൻ്റെ ഈ ഭാഗം നിലത്ത് വെച്ച് സുജൂദ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ സുജൂദ് ചെയ്യാൻ പാടില്ല. നായ കിടക്കുമ്പോൾ അങ്ങനെയുള്ള നീട്ടി വെക്കുക. കാരണം 4-5 ജീവികളുടെ നിസ്കാരവുമായി 4-5 ജീവികളുടെ പേരുകൾ നമുക്ക് നിസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച് കാണാൻ സാധിക്കും. ഒന്ന് ഈ പറഞ്ഞത് തന്നെ, ഇംബിസാത്തുൽ കൽബി, നായ പരത്തി വെക്കുന്ന പോലെ പരത്തി വെക്കാൻ പാടില്ല.
ഒന്ന് നമ്മുടെ സഹോദരൻ പറഞ്ഞ പോലെ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്. അപ്പൊ ചർച്ച, ഒട്ടകം മുമ്പത്തെ കാലാണോ ബാക്കത്താണോ കുത്തല്? മുമ്പത്തെ കാലാണോ ബാക്കത്തതാണോ കുത്തല് എന്നവിടെ ചർച്ചയുണ്ട്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ പഠിച്ച് നമുക്ക് മനസ്സിലായത്, ഒട്ടകം മുട്ടുകുത്തുന്ന സമയത്ത്, ഒരു ഹൈറ്റുള്ള ആ ഒട്ടകം മുട്ടുകുത്തുന്ന സമയത്ത് അതിങ്ങോട്ട് പൊളിഞ്ഞാടലാണ്. മനസ്സിലായില്ലേ? ഒന്നായിട്ടുണ്ട് വീയലാണ്. ആ രീതിയിൽ സുജൂദക്ക് പോകരുത് എന്നാണ് ആ പറഞ്ഞത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഒട്ടകം മുട്ടുകുത്തുമ്പോൾ അത് ഒന്നായി, അതിൻ്റെ ഹൈറ്റ്, ആ ഹൈറ്റിൽ നിന്ന് ഒന്നായിട്ട് അതിൻ്റെ കാൽമുട്ടാകട്ടെ കൈമുട്ടാകട്ടെ ആ ഒരു ദൂരം കുറച്ചിട്ടുണ്ട് വീയാണല്ലോ, അതൊരു പൊളിഞ്ഞാടലാണ്. ആ പൊളിഞ്ഞാടിയിട്ട് സുജൂദക്ക് പോകാൻ പാടില്ല. അത് നിസ്കാരത്തിൻ്റെ വഖാറിനെ ബാധിക്കും. അതുകൊണ്ട് ഒട്ടകം മുട്ടുകുത്തുന്ന പോലെ മുട്ടുകുത്തരുത്. അടുത്തത് ഒന്ന് നമ്മൾ പറഞ്ഞത്, നായ കൈ പരത്തി വെക്കുന്ന പോലെ പരത്തി വെക്കരുത്. പിന്നെ ഏതാണ്? പറയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു ജീവിയുമായി ബന്ധപ്പെട്ട നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഹ്സൻതും, കോഴി കൊത്തുന്ന പോലെ നിങ്ങൾ എന്താക്കരുത്. മുനാഫിക്കിന്റെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. അവന് സൂര്യൻ അസ്തമിക്കുവോളം അസർ നിസ്കരിക്കാതെ കാത്തു നിൽക്കും. എത്രയോ ആൾക്കാർ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ അടി, മഗ്‌രിബ് ബാങ്ക് കൊടുക്കേണ്ടത് തൊട്ടും വന്ന് നിസ്കരിച്ചു പോകും. മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ സമയമായി, ആ സമയം വരെ ഷോപ്പിൽ നിന്ന് ഇറങ്ങൂല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങൂല, അല്ലെങ്കിൽ അവൻ്റെ ജോലി കഴിഞ്ഞിട്ടുണ്ടാവില്ല. അസർ മുതൽ മഗ്‌രിബ് വരെ എത്ര സമയമുണ്ട്? അസറിൻ്റെ സമയം ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ് അസർ. ഹാഫിളു അലസ്സലാ വസ്സലാത്തിൽ ഉസ്ത വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ അസർ നിസ്കാരം സൂക്ഷിക്കണേ, നേരെ വിശുദ്ധ ഖുർആൻ്റെ ആയത്താണ്. കാരണം എന്താ? മനുഷ്യന്മാർ ചോറ് വെച്ച് ആണ് കിടന്നുറങ്ങും. അല്ലെങ്കിൽ അസർ നിസ്കാരം മനുഷ്യന്മാർ പിന്നെ അത് ലാഘവത്തോടുകൂടി കാണുന്നു. മഗ്‌രിബിൻ്റെ മണം നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അവൻ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി വരെ കാത്തുക്കും. എന്നിട്ട് വന്നിട്ട് 4 കൊത്തും. ദാക സ്വലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിക്കിന്റെ കപട വിശ്വാസിയുടെ നിസ്കാരമാണ്. ദാക സ്വലാത്തുൽ മുനാഫിഖ്, അത് കപട വിശ്വാസിയുടെ നിസ്കാരമാണ് എന്ന് ഹദീസിൽ ആവർത്തിച്ച് പറഞ്ഞ് കാണാൻ സാധിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിസ്കാരം അസ്വലാത്തു അല വക്തിഹ, നിസ്കാരം അതിൻ്റെ സമയത്തുള്ളതാണ്. നമുക്ക് കൂടുമ്പസൊല്ലി എന്ന് പറയില്ല, കൂടുമ്പസൊല്ലി പറ്റൂല. നിസ്കാരത്തിന് സമയമുണ്ട്. നിസ്കാരത്തിൽ എല്ലാം സമയബന്ധിതമാണ്. ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങളും സമയബന്ധിതമാണ്. സമയം തെറ്റിച്ചേണ്ടുള്ള പരിപാടിയില്ല. ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊടുക്കാനൊരു സമയമുണ്ട്. അത് ചെറിയ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ശേഷം കൊടുക്കാൻ പറ്റൂല, ഫിത്ർ സക്കാത്ത് ആവില്ല. അഥവാ ഉളുഹിയത്ത് ഇറക്കണമെങ്കിൽ ഒരു സമയമുണ്ട്. പെരുന്നാൾ കഴിഞ്ഞ് ഉടനെ ടൂർ പോവുകയാണ്, അതുകൊണ്ട് ഉളുഹിയത്ത് തലേന്ന് തന്നെ ഇറക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനിക്കാൻ വരാൻ പറ്റില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ഇറക്കാൻ പറ്റുള്ളൂ. അയ്യാമത്തെ ശരീക്കിൻ്റെ ദിവസം കഴിഞ്ഞിട്ട് ഇറക്കാൻ പറ്റൂല. എല്ലാം സമയബന്ധിതമാണ്, മൗക്കൂത്താണ്. മനസ്സിലായില്ലേ? ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ, ഉംറക്ക് പോയിക്കാണ്ട് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. ശരി, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പിന്നെ നമ്മൾ കോഴി കൊത്തുന്ന പോലെ ഒരു കൊത്തിയെടുക്കും, റുക്കോഉം സുജൂദും. പിന്നെ ഏതാ ഉള്ളത്? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറുക്കൻ്റെ കട്ടുനോട്ടം നിങ്ങൾ നിസ്കാരത്തിൽ ഉണ്ടാകാൻ പാടില്ല. അഥവാ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സുജൂദിൻ്റെ ഭാഗത്തേക്കാണ് നോക്കേണ്ടത്. അതേപോലെ തന്നെ പിന്നെ അത്തഹിയാത്തിലിരിക്കുമ്പോൾ ചൂണ്ട് വിരലിലേക്കാണ് നോക്കേണ്ടത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് വായിപ്പിക്കുക, തല തെറ്റിക്കുക, കണ്ണ് തെറ്റിക്കുക. അതുപോലെ ഹൃദയത്തിൽ നിന്നും നിസ്കാരം എന്നുള്ള ബോധമില്ലാതെ നിസ്കാരം ഹൃദയത്തിൽ നിന്ന് പോവുക, പിന്നെ ഇങ്ങനെ കേവലം കാട്ടിക്കൂട്ടിൽ മാത്രമാകുക. മനസ്സിലായില്ലേ? ഇങ്ങനെ നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റുന്ന അവസ്ഥ ഉണ്ടാകുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക, എത്രയായി സമയം, ഇപ്പം ഇയാളെന്ത് എത്ര തോനെ ഓതിന്, ഇത്ര മിനിറ്റായി ഇപ്പം നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ ഒന്ന് ക്ലോക്ക് നോക്കുക, ഒന്ന് അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക. അത് പറ്റൂല. പിന്നെ ഒരു കഴുതയുടെ ഉദാഹരണം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണത്? അമാ യഖ്ശല്ലദി യർഫഉ റൗസഹു ഖബലൽ ഇമാമി, ഇമാമിന്റെ മുമ്പ് തല ഉയർത്തുക. ഇമാമ് സുജൂദ് നിങ്ങളുടെ ഉയരണീന് മുമ്പ് ഉയർന്നിട്ടുണ്ടാവും. ഇമാം റുകൂന്ന് ഉയരണീന് മുമ്പ് ഇവ ഉയർന്നിട്ടുണ്ടാവും. ഇമാമിന്റെ മുമ്പ് ചെയ്യുക. അവന്റെ രൂപം കഴുതയുടെ രൂപമാക്കുമെന്ന് അവൻ ഭയപ്പെടുന്നില്ലേ? അള്ളാഹു അവന്റെ മുഖത്തെ കഴുതയുടെ രൂപം പോലെ ആക്കുമെന്ന് അവൻ ഭയപ്പെടുന്നില്ലേ?
അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ജീവജാലങ്ങളെ കാര്യം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കാണാൻ സാധിക്കും. ശരി, ഇരിക്കട്ടെ. നിസ്കാരം ഈ പറഞ്ഞ് ഗൗരവമായിട്ടുള്ളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാത്തിലാവും. ചിലത് മറ്റേ നിസ്കാരത്തിൻ്റെ പൂർണ്ണതയെ ബാധിക്കും. മുൻകിടക്കാൻ പാടില്ല. മുൻകിടക്കൽ വരും. അതാ പറഞ്ഞു, മുൻകിടക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. അതിൻ്റെ ഗൗരവമാണ് ആ ഹദീസിലൂടെ ഇവിടെ പഠിപ്പിച്ചത്. പറയാം. അപ്പോൾ നോക്കൂ, ഇതാണ് സുജൂദുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ്. ഇരു കൈകളും നിവർത്തി വെക്കണം, ചുരുട്ടി വെക്കാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റേതെങ്കിലും നിവർത്തി വെക്കണം. കൈ വിരലുകൾ ചേർത്ത് പിടിക്കണം, ഇങ്ങനെ പിടിക്കണം. അവ കിബിലക്ക് നേരെയാകണം. പറ്റൂല, സൈഡിക്കും അങ്ങോട്ടും ചില ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെ നിവർത്തി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുക. ചുമലിനോ ചെവികൾക്കോ നേരെയാക്കണം. ചുമലിനോ ചെവികൾക്കോ കയറ്റി വെക്കാൻ പറ്റൂല. ചില ആൾക്കാരെ കൈ ഇവിടെ കയറാം കണ്ടോ നിങ്ങൾ? കൈ ഇങ്ങനെ ഇവിടെ കിടക്കണതാണ്, അത് പറ്റൂല. കയ്യ് എന്താ ഇങ്ങനെ വെക്കണ കുറേ ആൾക്കാരെ കാണലുണ്ട്. കൈ ഇങ്ങനെ ഇങ്ങനെ താഴ്ത്തിയിട്ട്. ഓക്കെ, പിന്നെന്താ വന്നത്? ഇതൊക്കെ ഹദീസിൽ വന്ന വാക്കുകൾ. നേരെ അതിൻ്റെ പാദങ്ങൾ എന്താക്കണം? കൊത്തി നിവർത്തി വെക്കുക. കിബിലക്ക് അഥവാ പള്ളഭാഗം വെക്കുക എന്നർത്ഥം. പള്ളഭാഗം വെക്കുക, അത് കിബിലക്ക് നേരെയായി വെക്കുക. മടമ്പുകൾ ചേർത്ത് വെക്കുക. നിങ്ങൾ ചോദിച്ചത് അതാണ്. എന്നാൽ വിടർത്തി വെച്ചതായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി നല്ലത് ചേർത്തി വെക്കലാണ്. ഇതൊക്കെ സുജൂദിൻ്റെ വിഷയത്തിലുള്ളതാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായിരിക്കെ കൈകൾക്കിടയിലൂടെ ഒരു ചെറിയ ആട്ടിൻകുട്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന്. ഇതിൽ കൂടെ ഇങ്ങനെ ഒരു ചെറിയ ആട്ടിൻകുട്ടിക്ക് ഇങ്ങനെ കിടക്കാം. ഇതിൽ കൂടെ പോയിട്ട് ഇതിൽ കൂടെ കിടക്കാം. അതോ ഇങ്ങനെ വെക്കല്ല എന്നർത്ഥം. മനസ്സിലായിട്ടുണ്ടല്ലോ പറഞ്ഞത്? ശരി. ഇതൊക്കെ ഈ വിഷയത്തിൽ വന്ന കാര്യങ്ങളാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സുജൂദക്ക് പോകുമ്പോഴല്ലേ? ഇമാമ് സുജൂദക്ക് പോണ സമയത്തല്ലേ? ഇമാമ് സുജൂദക്ക് പോയി ഇമാമ് സുജൂദിലെത്തിയാലേ നമ്മൾ സുജൂദക്ക് പോകാൻ പാടുള്ളൂ. അതുവരെ നിൽക്കണം. അഥവാ നമ്മൾ ചില ആൾക്കാരുണ്ട്, ഇമാം ഇങ്ങനെയാണ് പോകുന്ന സമയത്ത് ഇമാം സ്വാഭാവികമായിട്ടും പോകുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പോവുക. ഈ അള്ളാഹു അക്ബറിൻ്റെ ആ കേൾക്കുമ്പോൾ തന്നെ ഓൻ പോയിട്ടുണ്ടാവും. പറ്റൂല. ഇമാമ് സുജൂദിലെത്തിയിട്ടാണ് നമ്മൾ സുജൂദക്ക് പോകേണ്ടത്. റുക്കൂവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അഹ്സനത്തും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നർത്ഥം. സുജൂദുകൾ കാലുകൾ വെക്കേണ്ട, ആണായാലും പെണ്ണായാലും കൈമുട്ടുകൾ അകറ്റി വെക്കണം കേട്ടോ. സ്ത്രീകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് നബിയിൽ നിന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നർത്ഥം. പിന്നെ പല കോലത്തിൽ കൈ വെക്കണ ആൾക്കാരെ കാണാൻ സാധിക്കും. ഈ രണ്ട് രീതിയിലും കാലുകൾ വെക്കാം. ഈ രണ്ട് രീതിയിൽ ഇതാണ് കുറച്ചും കൂടി പിന്നെ കാല് ചേർത്ത് വെക്കാണ് കുറച്ചും കൂടി കരണീയമായി തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ വെച്ചതാണ് ശരി. അങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട് എന്നർത്ഥം, ശ്രദ്ധിക്കാം. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂക്കും നെറ്റിയും നിലത്ത് തട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അള്ളാഹു കൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ണടക്ക് വെക്കുന്ന ആളുകൾക്ക് കണ്ണട വെക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ മൂക്ക് തട്ടണില്ലെങ്കിൽ കണ്ണട ഒഴിവാക്കണം അതിന് പ്രയാസമില്ലെങ്കിൽ. ശരി. സുജൂദിലെ പ്രാർത്ഥനകൾ നമ്മൾ റുക്കൂഇലെ പ്രാർത്ഥനകൾ പറഞ്ഞപ്പോൾ സുജൂദിലെ പ്രാർത്ഥനകൾ സൂചിപ്പിച്ചു പോയിരുന്നു. സുബ്ഹാൻ റബ്ബിയൽ അഅല വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ ഇതൊക്കെ നമ്മൾ റുക്കൂഇലും പറഞ്ഞ പ്രാർത്ഥനകളാണ് കേട്ടോ. പിന്നെ ഒരു കുറച്ച് വലിപ്പമുള്ള അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വബിക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു വതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. നമ്മൾ ഈ തിലാവത്തിൻ്റെ സുജൂദിൽ ഇതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ചൊല്ലാറുണ്ട്.
ഇതൊക്കെ നമ്മൾ പഠിക്കുക. വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മൾ ഈ പ്രാർത്ഥനകൾ വ്യത്യസ്ത സുജൂദുകളിൽ വ്യത്യസ്ത നിസ്കാരങ്ങളിൽ ഈ പ്രാർത്ഥനകളൊക്കെ മാറ്റി മാറ്റി ചൊല്ലാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അടുത്ത റുക്കിന് ഇടയിലിരുത്താണ്. 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. 2 ഇരുത്തം ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2ഉം ഹദീസിൽ വന്നതാണ്. പ്രബലമായിട്ടുള്ളത് ഇതാണ്, ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. ഈ ഇരുത്തം നമുക്കറിയാം. എന്താണ് ഈ ഇരുത്തത്തിൻ്റെ പ്രത്യേകത? നമ്മൾ ഇരിക്കുന്നത് ഇടത് കാലുമ്പലാണ് നമ്മളെ ചന്തി വെച്ചിട്ടുള്ളത്, അല്ലേ? ഇടത് കാലുമ്പലാണ്. വലത് കാല് കുത്തിവെച്ച് അതിൻ്റെ പള്ളഭാഗമാണ് കിബിലക്ക് നേരെയായിട്ടാണ് ഉള്ളത്. ഈ ഇരുത്തത്തിന് ഇഖാ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്ത് ഇങ്ങനെ ഇരിക്കാറുണ്ട്. ഇത് ഏതാണ്? ഇടയിലിരുത്തം മാത്രം അത്തഹിയാത്തില്ല കേട്ടോ. ഇഖാ ഇരുത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ചില സമയത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് നമ്മൾ കൂടുതൽ. ഈ ഇരുത്തത്തിന് ബദലായിക്കൊണ്ട് ആൾക്കാർ പല കോലത്തിലിരിക്കും. ഇങ്ങനെ 2 കാല് കയറ്റിച്ചിട്ടും. ഒരാൾക്ക് ഈ ഇരുത്തം ഇരിക്കാൻ കാൽമുട്ടിന് പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്കാണ് കുഴപ്പമില്ല, ഇളവുണ്ട്. കാലിങ്ങനെ ഇരിക്കുക, അങ്ങനെ ഇരിക്കുക, അയാൾക്ക് എങ്ങനെയാണോ അയാൾക്ക് പറ്റുന്ന രീതിയിൽ ഇരിക്കാം. അതൊന്നും അല്ലാത്ത ആൾക്കാർ പല കോലത്തിൽ ഇരിക്കുന്നത് അത് ഈ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തിനോട് ചെയ്യുന്ന ഈ ഇരുത്തൊക്കെ പലപ്പോഴും ആളുകൾ ചെയ്യുന്നതാണ്. ഒരാവശ്യമില്ല, ഇതിൻ്റെ ഒന്നും ഇങ്ങനെ ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. നിസ്കാരത്തിൻ്റെ പൂർണ്ണതയെ ബാധിക്കും അതൊക്കെ, ഇല്ല? ഇത് നമ്മൾ സ്ഥിരം കാണുന്നില്ലേ ഈ ഇരുത്തം? ശരി, കൈ എവിടെ വെക്കേണ്ടത് എന്നുള്ളതാണ്. സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്ന സമയത്ത് കൈ പരത്തി വെക്കുക. കൈകൾ ഒന്നുകിൽ തുടമ്മേൽ വെക്കുക, അല്ലെങ്കിൽ കാൽ മുട്ടിന്മേൽ വെക്കുക. 2ഉം ഹദീസിൽ വന്നതാണ്. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടമ്മേൽ ഇങ്ങോട്ട് കയറ്റി വെച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ കയറ്റി വെച്ചു, തുടമ്മക്ക് കയറ്റി വെച്ചു. അല്ലെങ്കിൽ കാൽമുട്ടിൽ പിടിച്ചുകൊണ്ട് വെച്ചു. ഇതിൻ്റെ ഗ്രൂപ്പിൽ നമുക്കിതിൻ്റെ PPT ഇടും. സ്ത്രീകൾ അവിടെ നിന്ന് ഇങ്ങനെ പ്രയാസപ്പെട്ട് നോക്കുന്നുണ്ട്. നമ്മളെ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ രൂപം ഇൻഷാ അല്ലാഹ് ഷായിരിക്ക അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. 2 സുജൂദുകൾക്കിടയിലുള്ള പ്രാർത്ഥന, റബ്ബി ഗഫിർലി എന്ന് മാത്രം പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. വളരെ പ്രധാനപ്പെട്ട ഇത് പഠിക്കണം, കാണാതെ നമ്മൾ പഠിക്കണം. ഇതിൻ്റെ ലഫ്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് വന്നിട്ടുമുണ്ട്. അതിൽ നമ്മൾ ബേജാറാവണ്ട. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വഹ്ദിനി വജുബിർനി വആഫിനി വർസുഖ്നി വർഫഅനി. ഇതിലെന്താണ്? നമ്മൾ ദുനിയാവും ആഖിറവും ഇതിൽ പെട്ടു. വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. പടച്ചോനെ, എനിക്ക് പുറത്തു തരണേ, നിൻ്റെ കരുണ എനിക്ക് തരണേ, നീ എനിക്ക് എന്നെ ഹിദായത്തിലാക്കണേ, എൻ്റെ സർവ്വ ന്യൂനതകളും എൻ്റെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു തരണേ, എനിക്ക് ആഫിയത്ത് തരണേ. ഒരു മനുഷ്യന് ആഫിയത്ത് കിട്ടിയാൽ അതിലപ്പുറം ഒന്നും കിട്ടാനില്ല എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. എന്താ ആഫിയത്ത് പറഞ്ഞാൽ? എല്ലാം കൊണ്ടുള്ള സുഖം, രോഗമില്ലാത്ത ശരീരം, അതേപോലെ തന്നെ മാനസിക പ്രയാസമില്ലാത്ത മനസ്സ്, സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥ, എല്ലാം കൊണ്ടും, മക്കളെ കൊണ്ട് സമാധാനം, ഭാര്യ ഭർത്താക്കന്മാരെ കൊണ്ട് ആഫിയത്ത്. ഒരു മനുഷ്യന് ആഫിയത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിലപ്പുറം ഒന്നുമില്ല. ദുനിയാവിലെ ഏറ്റവും വലിയ വിഭവം എന്താണ്? ആഫിയത്താണ്. അള്ളാഹു ആഫിയത്തും ഹിദായത്തൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. അപ്പോൾ വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഇത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ പറയല. ഈ അനഫികളിൽ ചില ആൾക്കാർ ഇവിടെ ഓൽക്ക് പ്രാർത്ഥിക്കാൻ നേരല്ല, എങ്ങനെയാണ് വന്ന് പോവുകയാണ് കേട്ടോ. അതൊക്കെ ഈ മദ്ഹബി പക്ഷപാതിത്വം കൊണ്ട് വരുന്നതാണ്. മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ വലിയ ആലിമുകളാണ്. അവർ ദീനിന് വലിയ സേവനം ചെയ്ത ആളുകളാണ്. ഓലാരും ഈ പക്ഷപാതിത്വം പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടാത്ത ഹദീസുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളത് സ്വീകരിച്ചു കൊള്ളുക. ഇതാ സഹൽ ഹദീസു ഫഹു മദ്ഹബി എന്നാണ് അവർ പഠിപ്പിച്ചത്. അപ്പോൾ അവർക്ക് കിട്ടാത്ത ഹദീസ് നമുക്ക് കിട്ടുമോ? അവർ വന്ന സമയത്ത് ഹദീസുകൾ പരിപൂർണമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. പലരും വന്ന സമയത്ത് ശേഷമാണ് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് ആ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്താ നമ്മൾ പറയുന്നത്? ഉർസുഖ്നി, പടച്ചോൻ എനിക്ക് നല്ല ഭക്ഷണം തരണേ. നമ്മളെന്തിനാ ഈ അധ്വാനിക്കണത്?
ഈ ഒരു അരച്ചാണ് വയറ് നിറക്കാനും നിറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മക്കൾക്കും ഭാര്യക്കും മാതാപിതാക്കൾക്കും. ഓർഫാനി, എനിക്ക് നീ ഉന്നത സ്ഥാനങ്ങളിൽ നീ എന്നെ എത്തിക്കണേ. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന അറിയാത്ത ആൾക്കാർ, നമ്മുടെ മക്കൾക്ക് അറിയില്ല, ഓലെ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി ഇത് എങ്ങനെ പ്രാർത്ഥിക്കണം. വെറുതെ ചുണ്ടണക്കി അധരവ്യായാമം നടത്താനല്ല പ്രിയമുള്ളവർ, ഇത് നമുക്കറിയാം. പക്ഷെ ഇതിൻ്റെ അർത്ഥം അറിയാം, നമുക്ക് അർത്ഥം അറിയാം. അവിടെയാണ് ഇതിൻ്റെ കാമ്പ് എടുക്കുന്നത്. അർത്ഥറിഞ്ഞ് പ്രാർത്ഥിക്കുക, അർത്ഥമറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞു, ഇടയിലിരുത്തം കഴിഞ്ഞു, പിന്നെ സുജൂദാണ്, രണ്ടാമത്തെ സുജൂദ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു റക്അത്ത് കഴിഞ്ഞല്ലോ അല്ലേ, ഒരു റക്അത്ത് ഇവിടെ കഴിഞ്ഞു. ശരി, പിന്നെ ഇപ്പോൾ ഉള്ളത് നമുക്ക് അത്തഹിയാത്താണ് പറയാനുള്ളത്. പിന്നെ ഒരു റക്അത്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് എണീക്കുമ്പോൾ ഒരു ചെറിയ ഇരുത്തുണ്ട്. അപ്പോൾ ഒരു റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ, ഒരു റക്അത്തിൽ അവസാനം ആ റക്അത്തിൽ സുജൂദാണ് അല്ലേ, ആ സുജൂദ് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് എണീക്കുകയാണ്. ആ എണീക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ ഇരുത്തം ജിൽസത്തുൽ ഇസ്തിറാഹ, ഇസ്തിറാഹത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക എന്നർത്ഥം, വിശ്രമിക്കുക. ഇത് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് സുന്നത്തില്ല, ഇത് സുന്നത്ത് ഇല്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു സുന്നത്തുണ്ട് എന്ന് പറഞ്ഞു. ഫുഖഹാക്കൾ രണ്ട് അഭിപ്രായം പറഞ്ഞ സംഗതിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇരുത്തം ഇരിക്കാൻ തുടങ്ങിയത് കുറച്ചൊന്ന് വയസ്സായ സമയത്താണ്, അഥവാ പെട്ടെന്ന് അങ്ങോട്ട് പൊന്താൻ കഴിയാതെ ആയപ്പോൾ നബി ഒരു കാരണമുണ്ടായിരുന്നതാണ് എന്നാണ് സുന്നത്തില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ അല്ല, സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങൾ 23 കൊല്ലം കൊണ്ടാണ് വരുന്നത് അല്ലേ. ആദ്യം പഠിപ്പിച്ച സംഗതി പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് ഇനി ഇതാണ് പറയേണ്ടതെന്ന് പറയും. അതിന് ചില കാരണങ്ങളുണ്ടാവും. തുടക്കക്കാർക്ക് ഒടുക്കക്കാരോട് പറയുന്ന സംഗതി തുടക്കക്കാരോട് പറയില്ല, നാസിഖും മൻസൂഖൊക്കെ അതാണ്. അപ്പം നബി അങ്ങനെ അവസാനം എന്താണ് കാണിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എങ്ങനെയാന്ന് പറഞ്ഞു ചില പണ്ഡിതന്മാർ പറഞ്ഞു. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു രീതിയിൽ പിന്നെ എല്ലാ ശരീരത്തിൻ്റെ ഭാഗങ്ങളും പൂർവ്വസ്ഥിതിയിലേക്ക് ശരിയായ ഒരു ഇരിക്കുമ്പോൾ ഒരു സ്റ്റൈലിലേക്ക് വരുന്നത് വരെ നബി ഇരുന്നു, എന്നിട്ടാണ്ട് എണീറ്റു എന്നാണ് ഈ ഇഫ്തിറാഷിൻ്റെ ഇരുത്തത്തിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ആ നിലക്ക് എണീറ്റ് ഒന്ന് ഇരുന്ന് എണീക്കുന്നത് സുന്നത്താണ് എന്ന് പറഞ്ഞ ഉലമാക്കളെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. ശരി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇമാമിങ്ങൾ ജിൽസത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ നിന്ന് ഇങ്ങോട്ട് എണീക്കുമ്പോൾ ഇമാം ജിൽസത്തിൽ ഇസ്തിറാഹ ഇരുന്നിട്ടാണ് പൊന്തും. നമ്മൾ നേരെയാണ് പൊന്തി ഇമാമിൻ്റെ മുമ്പിൽ അവിടെ എത്തിയിട്ടുണ്ടാവും. ഇമാമിൻ്റെ മുമ്പിൽ പൊന്താൻ പറ്റൂല. അത് നമ്മളെ ഇമാമിൻ്റെ മുമ്പിൽ പോകുക എന്നുള്ളത് വളരെ ആക്ഷേപിക്കപ്പെട്ട, നേരത്തെ പറഞ്ഞ ഹദീസ് ഞാൻ പറഞ്ഞല്ലോ, അത് ഗൗരവമായി പഠിപ്പിച്ച സംഗതിയാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ ആ ജിൽസത്തിൽ ഇസ്തിറാഹ ഇരുന്നതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് വരികയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ചർച്ചകൾ കാണാൻ സാധിക്കും. ഒന്നിങ്ങനെ കൈ ചുരുട്ടിപ്പിടിച്ച് പൊന്തുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും, ഇങ്ങനെ കൈ കുത്തിയിട്ട് പൊന്തുന്ന ആൾക്കാർ, ഇങ്ങനെ പൊന്തുന്ന ആൾക്കാരെയും കാണാൻ സാധിക്കും. രണ്ടും ചെയ്യാം കേട്ടാ. ഇങ്ങനെ ചെയ്തോളി നിങ്ങൾ, അല്ല അങ്ങനെ ചെയ്തോളി. പക്ഷെ കയ്യിൽ ഊന്നിയിട്ടാണ് പൊന്തേണ്ടത്. അത് ഹദീസിൽ നിന്നും വ്യക്തമായി വന്ന സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇതിനൊക്കെ കാരണങ്ങളുണ്ട്. ഞാൻ ഈ കാരണത്തിലേക്കൊന്നും പോണില്ല. വണ്ടിയന്മാർ ഇങ്ങനെ ഇത് പറഞ്ഞ വണ്ടിയന്മാരും ചില്ലറക്കാരല്ല, ഇങ്ങനെ പറഞ്ഞ ഫുഖഹാക്കളും. കാരണം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ ദീന് നന്നായി പഠിച്ച് അത് വിവരിച്ച് തരാനുള്ള, പിന്നെ അതിൻ്റെ ഇസ്തിംബാത്ത് ചെയ്യാനുള്ള ആ കഴിവ് കൊടുത്ത ഉലമാക്കളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യിൽ ഊന്നിയിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകളിൽ അവലംബിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹദീസുകളൊന്നും ഞാൻ പറയണില്ല, നിലത്തൂന്നി എണീക്കുമായിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ എപ്രകാരമാണ് ഈ രണ്ട് രീതിയിലും നമുക്ക് അനുവദനീയമാണ് എന്നുള്ളത്. എന്നാൽ
പിന്നെ രണ്ടാമത്തെ റക്അത്തും ഒന്നാമത്തെ റക്അത്തിനെ പോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. പ്രാരംഭ പ്രാർത്ഥന വജ്ജഹത്തു നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ്. പ്രാരംഭ പ്രാർത്ഥന ഇല്ല. പിന്നെ രണ്ടാമത്തെ റക്അത്തും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നാമത്തെ അത്തഹിയാത്ത് ഇരിക്കുകയാണ്. അതല്ലേ നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ അത്തഹിയാത്ത് എങ്ങനെ ഇരിക്കേണ്ടത്? ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. ഈ ഇരുത്തത്തിന് എന്താ പേര് പറയാ? ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്നുള്ളതാണ് അതിൻ്റെ പേര്. നോക്കൂ, കയ്യ് ഈ പറഞ്ഞ രീതിയിൽ കാൽമുട്ടിന്മേലോ തുടന്മേലോ ആണ് കൈ വെക്കേണ്ടത്. ഇനി നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നോക്കൂ നിങ്ങൾ, സുബ്ഹി പോലുള്ള 2 റക്അത്ത് നമസ്കാരങ്ങളിൽ അവസാന അത്തഹിയാത്തും ഇരിക്കേണ്ടത് ഇങ്ങനെയാണ്. പ്രബലമായ അഭിപ്രായം. നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, സുബ്ഹി നിസ്കരിക്കും ഒക്കെ ഉണ്ടല്ലോ. അഥവാ ഒരു റക്അത്ത് ഒറ്റ അത്തഹിയാത്ത് മാത്രമുള്ള നിസ്കാരം, 2 റക്അത്ത് നിസ്കാരം, 1 റക്അത്ത് നിസ്കാരമല്ലേ? ഏതാ 1 റക്അത്ത് നിസ്കാരം? വിത്ർ. അതൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നുള്ളതാണ് പണ്ഡിതന്മാരിൽ കൂടുതലും പണ്ഡിതന്മാരും അഭിപ്രായം പറഞ്ഞത് കാണാൻ സാധിക്കും. ഇനി മറ്റ് രീതിയിലും ഇരിക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് കേട്ടോ. ശരി, ഇനി ഇവിടെ ഒരു ചർച്ച. കൈവിരൽ ചൂണ്ടണം. എപ്പോൾ ചൂണ്ടണം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ചൂണ്ടണ ആൾക്കാരുണ്ട്. അപ്പം കൈ വന്ദിച്ചു. അതല്ല, ഇരിക്കുമ്പോൾ തന്നെ കൈ ചൂണ്ടുന്ന ആൾക്കാരുണ്ട്. ഏതാണ് ശരി? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറയുമ്പോഴാണ് കൈ വന്ദിക്കണത്. അതിന് തെളിവ് വന്നിട്ടില്ല. ഹദീസ് എന്താണെന്ന് വെച്ചാൽ, ഇദാ ഖഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ഇദാ തശഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്തിന് ഇരുന്നാൽ കൈ ഉയർത്തുമായിരുന്നു, വിരല് ഉയർത്തുമായിരുന്നു എന്നാണ്. പിന്നെ വിരല് ഉയർത്തിയിട്ട് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരല് ഉയർത്തി ഇങ്ങനെ ചലിപ്പിക്കും. എങ്ങനെയാണ് വിരല് പിടിക്കേണ്ടത്? 2 രീതിയിൽ വന്നിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് വട്ടിട്ടതാ, ഇങ്ങനെ കൈവിരൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ എവിടുക്കാ നോക്കണ്ടേ? വിരലുമുക്കാണ് നോക്കണ്ടേ. നിസ്കാരത്തിൽ 2 സ്ഥലങ്ങളിലേക്കാണ് നോട്ടം. അത്തഹിയാത്തിൽ വിരലുമുക്കും, അല്ലാഞ്ഞാൽ സുജൂദിൻ്റെ ഭാഗത്തേക്കും. ഏതാ ഹദീസ്? ഇല്ല, വന്നിട്ടില്ല. ഇദാ തശഹദയിൽ നിന്നും അവർ ഇദാ തശഹദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിന് ഇരുന്നാൽ എന്നുള്ള ഹദീസുണ്ട്. അപ്പം അതിന് ഷഹാദത്ത് എന്ന് വ്യാഖ്യാനിച്ചതാകാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നാൽ, ഇദാ ജലസ റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നാൽ കൈ ഉയർത്തുന്നുള്ള ഹദീസുണ്ട്. അങ്ങനെ യുഹല്ലിക്കു, വട്ടമിട്ടു എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ല, യദുഉ ബിഹ, അതുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്ന പോലെ അത് ഇങ്ങനെ അനക്കിക്കൊണ്ടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് എന്നൊക്കെ ഹദീസിൽ വന്ന വാചകങ്ങളാണ് കേട്ടോ. ഇല്ല, ഇത് ശരിയായ ഹദീസിൽ വന്ന സംഗതി. ഇതിൽ സമസ്തക്കാരായ പണ്ഡിതന്മാരെന്നെ ഇപ്പോൾ സിംസാറിലൊക്കെ ഉദവിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മൂപ്പർ ആദ്യ ആവേശത്തിലുണ്ട് പറഞ്ഞു, പിന്നെ ഓലന്നെ മൂപ്പരെ പിന്നെ പിടിച്ചപ്പോൾ പിന്നെ ഒന്നും ഇല്ലാതായി. പണ്ട് കാസിമി വന്നുകൊണ്ട് തൗഹീദ് പറഞ്ഞ് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പണ്ട് കാസിമി രംഗപ്രവേശം നടത്തിയപ്പോൾ ഭയങ്കര തൗഹീദായിരുന്നു. നിങ്ങളെന്താ പറഞ്ഞേ? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചലിപ്പിച്ചിരുന്നു എന്ന് ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിസ്കാരമൊക്കെ പഠിപ്പിച്ച നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരല് അനക്കിയിരുന്നു എന്ന് ഹദീസിൽ യുഹർരിക്കു, ഹർറക യുഹർരിക്കു എന്ന് പറഞ്ഞാൽ ചലിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇല്ല, ഇങ്ങനെ പിടിക്കുക, അങ്ങനെയാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവിരൽ ഉയർത്തി എന്നിട്ട് അത് ചലിപ്പിച്ചു എന്നാണ് ഇതിലുള്ളത്. നോക്കൂ, നബി ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. നബി വിരൽ ചൂണ്ടുമ്പോൾ തള്ളവിരൽ തൻ്റെ നടുവിരൽമേൽ വെക്കും. ചിലപ്പോൾ ഈ 2 വിരലും വൃത്താകൃതിയിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ഹദീസിൽ വന്ന വാക്കുകളാണ്. വിരൽ ഉയർത്തി അത് ചലിപ്പിച്ചു കൊണ്ടിരിക്കും, അതുകൊണ്ട് പ്രാർത്ഥിക്കും. യദുഉ ബിഹ എന്നാണ്. അതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നാൽ ഇങ്ങനെ സ്പീഡ് ചലിപ്പിക്കണ്ട, മനസ്സിലായില്ലേ?
അങ്ങനെ ചലിപ്പിക്കണ്ട. അങ്ങനെ ചലിപ്പിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അതിൻ്റെ ആവശ്യമില്ല. സാവകാശം ചലിപ്പിച്ചു നബി, അത് ഹറക്ക ചലിപ്പിച്ചു എന്നാണ്. ഇനി അടുത്ത ചർച്ച നമ്മൾ പറഞ്ഞത് എപ്പോഴാണ് വിരൽ ചൂണ്ടേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ വിരൽ ഉയർത്തുന്നത് കാണാം. ഇത് നമുക്ക് തെളിവുകൾ കണ്ടിട്ടില്ല. അത്തഹിയാത്തിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് വിരലുകൾ അനക്കേണ്ടത്. അത്തഹിയാത്തിലെ പ്രാർത്ഥന വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്തഹിയാത്തിൻ്റെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഉള്ള സമയത്ത് ഷാഫി മദ്ഹബിൽ അങ്ങനെ ആയിരിക്കണം. ശരി, നമ്മൾ അത്തഹിയാത്ത് വിശദീകരിക്കേണ്ട, പക്ഷെ ഇതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കണം. എത്ര കാലമായി നിങ്ങളും ഞാനും അത്തഹിയാത്ത് ചെല്ലാൻ തുടങ്ങിയിട്ട്? എന്താ ഈ പറയണത്? എന്താ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അടിമയും ഉടമയും തമ്മിലുള്ള സംഭാഷണമാണ്. എന്ത് രസമാണ്. അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാതു ലില്ലാഹ് എന്ന് പറയുമ്പോൾ, അർത്ഥം മനസ്സിലാക്കി പറയുമ്പോൾ നോക്കൂ നിങ്ങൾ. അത്തഹിയാത്തു, എല്ലാവിധ തഹിയ്യത്തുകളും അഭിവാദനങ്ങളും അതേപോലെ തന്നെ കീർത്തനങ്ങളും അനുഗ്രഹങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും സ്വലവാത്തുകളും, എങ്ങനെയുള്ള പ്രാർത്ഥന? വിശിഷ്ടങ്ങളായ പ്രാർത്ഥനകൾ ലില്ലാഹി, അള്ളാഹുവിനുള്ളതാകുന്നു. അസ്സലാമു അലൈക അയ്യുൻ നബിയു, ഞങ്ങളുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ. റസൂലുള്ളാഹിക്കൊരു പ്രാർത്ഥന ഇവിടെ. റസൂലുള്ളാഹിക്ക് അള്ളാഹിൻ്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന, ബർക്കത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന. ലോകത്തുള്ള കോടാനുകോടി മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അസ്സലാമു അലൈന, ഞങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എത്ര മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളുടെ അടുക്കലില്ലാത്ത തൻ്റെ സഹോദരനും വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നമ്മളുടെ അടുക്കൽ നിശ്ചയിച്ച് നിനക്കും അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, നമ്മളുടെ അടുക്കൽ പ്രസന്റ് അല്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അയാൾക്ക് ഖൈർ കൊടുക്കണേ, ബറക്കത്ത് കൊടുക്കണേ, അയാൾക്ക് സമ്പത്ത് കൊടുക്കണേ, അയാൾക്ക് സ്വർഗം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമ്മുടെ അടുക്കൽ ഒരു മലക്കിനെ കൊടുന്നു വെക്കും. എന്നിട്ട് മലക്ക് പറയും നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ എന്ന്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, പണ്ഡിതന്മാർ സമയമായോ, പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്ത്, നമുക്കൊരു കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ, എനിക്കൊരു കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹ് പറഞ്ഞൊരു സംഗതിയാണ് എന്ത്, മറ്റുള്ളവർക്കും വേണ്ടി. ഇപ്പം ഞാൻ ഷാഹിർക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പഠിച്ചോൻ അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും കൊടുക്കണേ, അപ്പോൾ സ്വാഭാവികമായിട്ട് അതെനിക്ക് കിട്ടും. അങ്ങനെ സ്വന്തത്തിന് കിട്ടാനുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. സമയമായില്ലേ? ആ രീതിയിലും വന്നിട്ടുണ്ട്, രണ്ട് രീതിയിലും വന്നിട്ടുണ്ട്. രണ്ടും ഹദീസിൽ വന്ന ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിശദീകരണം നമുക്ക് അത്തഹിയാത്തും സ്വലാത്തും അവസാനത്തെ അത്തഹിയാത്തും സലാം വീട്ടിലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതോടുകൂടി അവസാനത്തെ ക്ലാസ് ആയിരിക്കും ഇൻഷാ അല്ലാഹ് ആ ക്ലാസ് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അത്തഹിയാത്തുലില്ല എന്ന് പറഞ്ഞിട്ടില്ല, അതും അത്തഹിയാത്തിൻ ഹദീസിൽ വന്നതാണ്. ഇതും അത്തഹിയാത്തിൻ്റെ സീഗകൾ വ്യത്യാസമുണ്ട്. ഇത് ഈ രീതിയിലുണ്ട്, ആ രീതിയിലുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യുന്ന ഓർമ്മാക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച പോലെ നമസ്കരിച്ച് പരിപൂർണ്ണ നമസ്കാരക്കാരായി അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ, നമസ്കാരം എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും തലമുറകൾക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നമസ്കാരത്തിലെ പോരായ്മകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ മഈശത്തിലുമെല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും നിറക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അടിസ്ഥാനമാക്കി ജീവിച്ച് അതിനു വേണ്ടി ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അത് ചൊല്ലിക്കൊണ്ട് മരണപ്പെടുന്ന അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.